അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കെ അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരിനെ പലതവണ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടാണ്. പല കാര്യങ്ങളും അവർ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇവരിപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതാണ്? വയനാട്ടിലുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഉറ്റവരും മിത്രങ്ങളും എല്ലാം ആ ഒരു മണ്ണിനടിയിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന, അല്ലെ ആ ജീവനത്തെ ശരീരം ഇപ്പോഴും ആ മണ്ണിനടിയിൽ നിന്ന് കിട്ടാത്ത അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസിൽ. അപ്പോൾ ആ ഒരു 4 പേരുള്ള കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത, അല്ലെ ഒരാൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുടുംബങ്ങൾ, അല്ലെ വയനാട്ടിലുള്ള ദുരിതബാധിതർക്ക് അവരുടെ വായ്പ എഴുതി തള്ളണമെന്നൊരു ആവശ്യമായിട്ട് അവരുള്ള കുറേ ആളുകൾ, അല്ലെങ്കിൽ ഒരു നമ്മുടെ സർക്കാർ കേന്ദ്രത്തിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേന്ദ്രം എടുത്ത നിലപാട് ഈ പറയുന്ന വായ്പ എഴുതി തള്ളാൻ പറ്റില്ല എന്നാണ്. അതായത് ഈ പറയുന്ന ദുരന്ത ബാധിതർ ആ പണം അടച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട് ജപ്തി ചെയ്യുമെന്നാണ്. എത്ര വീടുണ്ട് അവിടെ? 100 വീടുള്ളിടത്ത് 5-6 വീട് മാത്രം സേഫായിട്ട് വേണം, ബാക്കിയുള്ള പുതിയ വീടുകൾ